Hi all, welcome to iPlus Training Solutions. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സെറ്റ് ഇക്കണോമിക്സ് PYQ അനാലിസിസിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഒരു 5 ക്വസ്റ്റ്യൻ കൂടെ അനലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ്, the traders reduce the risk. The traders reduce the risk of loss in secondary market through. സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡേഴ്സ് റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നത് ഏത് മുഖേനയാണ്? അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡേഴ്സ് റിസ്ക് റെഡ്യൂസ് ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്താണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട്? ഓപ്ഷൻ എ സ്പെക്യുലേഷൻ, ഓപ്ഷൻ ബി ആർബിട്രേറ്റ്, ഓപ്ഷൻ സി ഹെഡ്ജിംഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പം ഈ 4 ഓപ്ഷനിൽ ഏതായിരിക്കും ആൻസർ? ഇത് ഇന്റർനാഷണൽ ഇക്കണോമിക്സിന്റെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ഈ 3 മെത്തേഡ്സ് സ്പെക്യുലേഷൻ, ആർബിട്രേറ്റ്, ഹെഡ്ജിംഗ്, ഈ 3 മെത്തേഡ്സും ഏതൊക്കെയാണെന്ന് നോക്കും. ഈ ഒരു 3 മെത്തേഡ് ഈ പറയുന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കും. അല്ല എന്നുണ്ടെങ്കിൽ, ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചൂസ് ചെയ്യുന്നു, ഇല്ല എന്നുണ്ടെങ്കിൽ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോവാം. ആദ്യം നമ്മൾ എന്തൊക്കെയാണ് ഈ ടേംസിനെ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, സ്പെക്യുലേഷൻ. വാട്ട് ഈസ് സ്പെക്യുലേഷൻ? ആ ഒരു പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ആ ഒരു പ്രക്രിയയും. സ്പെക്യുലേഷൻ ഓൾസോ നോൺ ആസ് സ്പെക്യുലേറ്റീവ് ട്രേഡിംഗ്. സ്പെക്യുലേറ്റീവ് ട്രേഡിംഗ് എന്നും എന്തറിയപ്പെടുന്നുണ്ട്? സ്പെക്യുലേഷൻ അറിയപ്പെടുന്നുണ്ട്. is a financial term that refers to the act of purchasing an asset that has a substantial risk of losing value but also holds the hope of gaining value in the near future. അപ്പം ഇങ്ങനെ പറയാം. സ്പെക്യുലേഷൻ എന്ന് പറയുമ്പോൾ സിംപ്ലി ഇത്രയേ ഉള്ളൂ. എന്താണ്? പർച്ചേസിങ് ദി അസറ്റ്. നമ്മൾ ഭാവിയെ മുൻകൂട്ടി കണ്ടിട്ട് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുകയും സെയിൽസ് നടത്തുകയും ചെയ്യുന്നതിനെയാണ്. അതായത് ഭാവിയിൽ പ്രൈസ് കൂടും, സെക്യൂരിറ്റിയുടെയോ കമ്മോഡിറ്റിയുടെയോ ഗുഡിന്റെയോ ഒക്കെ പ്രൈസ് ഭാവിയിൽ കൂടുമെന്ന് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അറിവ് അതിനെ കുറിച്ച് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ തന്നെ ആ ഒരു സാധനം പർച്ചേസ് ചെയ്തു വെക്കും. എന്നിട്ട് എപ്പോഴാണോ അതിന്റെ റൈറ്റ് പ്രൈസ് കൂടുന്നത് ആ സമയത്ത് അത് എന്ത് ചെയ്യും? സെയിൽസ് നടത്തിയിട്ട് അതിൽ നിന്നും ലാഭം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. അത്തരം ആക്ടിവിറ്റിയെയാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. സ്പെക്കുലേറ്റ് ചെയ്യാണ്. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഇപ്പം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. അപ്പം ഒരു വസ്തു, അവിടെ ഒരു ഹൈവേ വരാൻ പോവും, അല്ലെങ്കിൽ ആള് ഒരുപാട് അനലൈസ് ഒക്കെ നടത്തിയിട്ടോ അല്ലെങ്കിൽ ആളുടെ എന്തെങ്കിലും എക്സ്പീരിയൻസ് വെച്ചിട്ടോ എന്തെങ്കിലും ഇൻഡക്ഷൻ വഴിയൊക്കെ എന്തറിയുകയാണ്? ആ ഒരു റോഡിന്റെ ആ ഒരു തോട്ടത്തിന്റെ മുന്നിലൂടെ എന്ത് വരാൻ പോകുന്നുണ്ട്? ഒരു ഹൈവേ വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആൾ എന്ത് ചെയ്യും? അത് പർച്ചേസ് ചെയ്യും. എന്നിട്ട് ഹൈവേ ഒക്കെ വരുന്ന സമയത്ത് അത് എന്ത് ചെയ്യും? ഹൈവേ ഒക്കെ വന്നതിന് ശേഷം അത് നല്ലൊരു റേറ്റിന് വിൽക്കും. അല്ലെങ്കിൽ നമ്മുടെ ഗോൾഡ് പ്രൈസ് തന്നെ ആയിക്കോട്ടെ. ഇനി ഗോൾഡിന്റെ കേസ് എടുത്താല് ഗോൾഡ് പർച്ചേസ് ചെയ്യാണ്. അപ്പം ഭാവിയിൽ ഗോൾഡിന്റെ റേറ്റ് കൂടാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ന് എന്ത് ചെയ്യും? അത് പർച്ചേസ് ചെയ്യും. എന്നിട്ട് എപ്പോഴാണോ അത് പ്രൈസ് കൂടുന്നത് ആ സമയത്ത് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കുകയും ചെയ്യും. അത്തരം ആക്ടിവിറ്റിയെയാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. തിരിച്ചുമാവാട്ടോ. അതായത് ഇപ്പോൾ റേറ്റ് പ്രൈസ് കൂടി നിൽക്കുന്ന സമയമാണെങ്കിൽ അത് എന്ത് ചെയ്യും? വിറ്റ് ഒഴിവാക്കും. എന്നിട്ട് എപ്പോഴാണ് പ്രൈസ് കുറയുന്നത് ആ സമയത്ത് അത് വാങ്ങിക്കുകയും ചെയ്യും. ആ ഒരു ആക്ടിവിറ്റിയും ആ 2 ആക്ടിവിറ്റീസുമാണ് എന്നറിയപ്പെടുന്നത് സ്പെക്കുലേഷൻ എന്നറിയപ്പെടുന്നത്. ഇത് നമ്മുടെ ആൻസർ ആണോ? അല്ല. അല്ലെ, അവിടെ റിസ്ക് ആണുള്ളത്. അല്ലെ, ഒരു പക്ഷെ ആളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് സംഭവിച്ചാൽ ആൾക്ക് എന്താ കിട്ടില്ല? ഏർണിങ്സ് കിട്ടില്ല, ആൾക്ക് നഷ്ടം ഉണ്ടാവും. അപ്പൊ അവിടെ ഒരു റിസ്കിന്റെ എലമെന്റ് നിലനിൽക്കുന്നുണ്ട്. റിസ്ക് റെഡ്യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റി അല്ല എന്ത്? സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. സോ സ്പെക്കുലേഷനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി സെക്കൻഡ് വൺ, ആർബിട്രേജ്. അല്ലെ, ആർബിട്രേജ് എന്താണ്? An investment strategy in which an investor simultaneously buys and sells an asset in different markets to take advantage of price differences and generate a profit. അപ്പോൾ ഇവിടെയും പ്രൈസ് ഡിഫറൻസസിന്റെ അല്ലെങ്കിൽ പ്രൈസ് ഡിഫറൻസസിൽ നിന്നും
പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ആർബിട്രേജ് എന്ന് പറയുന്നത്. അതായത് ഇത് സൈമിൾട്ടാനിയസ് ആയിട്ടുള്ള ബൈങ്ങും സെല്ലിങ്ങും ആണ് നടക്കുന്നത്. പക്ഷെ അതെങ്ങനെയാ വെച്ചാല് രണ്ട് മാർക്കറ്റ്, ഒരേ വസ്തുവിന്റെ രണ്ട് മാർക്കറ്റ്, ആ രണ്ട് മാർക്കറ്റിൽ എവിടെയെങ്കിലും ഒരു രൂപന്റെ വ്യത്യാസമൊക്കെ ആവാം. മൈന്യൂട്ട് ആയിട്ടുള്ള പ്രൈസ് ചേഞ്ചിങ്ങിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ആർബിട്രേജ്. സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ മൈന്യൂട്ട് ചേഞ്ച് ഒന്നുമല്ല, അല്ലെങ്കിൽ രണ്ട് മാർക്കറ്റ് എവിടെ നിൽക്കില്ല, സ്പെക്കുലേഷനിൽ നിൽക്കില്ല. അതായത് ആ ഒരു സമയത്ത്, ഈ ഒരു സമയത്ത് വാങ്ങിയിട്ട് വേറൊരു സമയത്ത് വിൽക്കുക, അല്ലെങ്കിൽ ഈ സമയത്ത് വിറ്റിട്ട് വേറൊരു സമയത്ത് വാങ്ങുക, അങ്ങനെയാണ് സ്പെക്കുലേഷനിൽ വരുന്നത്. അതേസമയം ആർബിട്രേജിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? സൈമിൾട്ടാനിയസ്ലി ആയിട്ടാണ് ബൈങ്ങും സെല്ലിങ്ങും നടക്കുന്നത്. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മാർക്കറ്റിൽ നിന്നും ഗോൾഡ് വാങ്ങിക്കുന്നു, 1000 രൂപക്ക് ഒരു ഗോൾഡ് വാങ്ങിക്കുന്നു. എക്സാമ്പിൾ ആണ്, നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കല്ല. 1000 രൂപക്ക് ഗോൾഡ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് എന്താ അല്ലെ. അപ്പം 1000 രൂപക്ക് ഗോൾഡ് വാങ്ങിക്കുന്നു. ഇനി നിങ്ങളുടെ ആ ഒരു ചിന്തയെ മാറ്റാൻ വേണ്ടി നമുക്ക് 1000 വേണ്ട, 1,00,000 രൂപക്ക് എ എന്ന് പറയുന്ന മാർക്കറ്റിൽ നിന്നും എന്ത് വാങ്ങിക്കുന്നു? ഗോൾഡ് വാങ്ങിക്കുന്നു. എന്നിട്ട് ആ ഒരു ബി എന്ന് പറയുന്ന മാർക്കറ്റിൽ ഒരു പക്ഷെ 1,10,000 രൂപയോ 1,100,000 രൂപയോ ഒക്കെ കിട്ടുമെന്ന് വെച്ചോ. അങ്ങനെ കിട്ടില്ല ഗോൾഡിന്, പക്ഷെ നമ്മൾ ഒരു എക്സാമ്പിൾ, സപ്പോസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 100 രൂപേന്റെ അല്ലെങ്കിൽ ആ 10 രൂപേന്റെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എ എന്ന് പറയുന്ന മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് നേരെ അതേ സമയം തന്നെ വാങ്ങുന്നു, നേരെ പോയിട്ട് ബി എന്ന് പറയുന്ന മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കും. ആ ആക്ടിവിറ്റിയാണ് എന്ത്? ആർബിട്രേജ് എന്ന് പറയുന്നത്. അവിടെയും എന്തുണ്ട്? റിസ്കിന്റെ എലമെന്റ് ഉണ്ട് അല്ലെ. റിസ്ക് ഇല്ലേ? ഇവിടുന്ന് എ എന്ന് വാങ്ങുന്നു, ഇനി ബിയിലെത്തുമ്പോഴേക്കും ആ പ്രൈസ് സെയിം ആയിട്ട് നിന്നാലോ, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ചേഞ്ച് വന്നാലോ, അവർക്ക് അങ്ങനെയൊക്കെ ആവാലോ അല്ലെ. അപ്പം അങ്ങനത്തെ ഒരു റിസ്ക് എവിടെയുണ്ട്? ആർബിട്രേജിലുണ്ട്. അപ്പൊ ആർബിട്രേജ് എന്ന് പറയുന്നത് റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു മാർഗമായിട്ട് കണക്കാക്കാൻ പറ്റും ഇല്ല അല്ലെ. അവിടെയും എന്തിന്റെ എലമെന്റ് ഉണ്ട്? റിസ്കിന്റെ എലമെന്റ് ഉണ്ട്. സോ ആർബിട്രേജിനെയും നമുക്ക് ഓപ്ഷനിൽ നിന്നും ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. സ്പെക്കുലേഷൻ പോയി, ആർബിട്രേജ് പോയി. ഇനി നമ്മുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻസ് ബാക്കിയുള്ളൂ. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഹെഡ്ജിങ് ആൻഡ് ദി ഫൈനൽ വൺ നൺ ഓഫ് ദി അബോവ്. ഇനി ഹെഡ്ജിങ് ആണോ എന്ന് നോക്കാം. ഹെഡ്ജിങ് ആണെങ്കിൽ ഹെഡ്ജിങ് ആയിരിക്കും അതിന്റെ ആൻസർ, അല്ല എന്നുണ്ടെങ്കിൽ നൺ ഓഫ് ദി അബോവ് ആയിരിക്കും. സോ എന്താണ് ഹെഡ്ജിങ് എന്ന് നോക്കാം. ഹെഡ്ജിങ് ഈസ് എ റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജി. അതിൽ നിന്ന് നമുക്ക് ഒരു ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും അല്ലെ. റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജിയാണ് എംപ്ലോയ്ഡ് ടു ഓഫ്സെറ്റ് ലോസസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്സ്. ഇൻവെസ്റ്റ്മെന്റിൽ വരുന്ന ലോസസിനെ ഓഫ്സെറ്റ് ചെയ്യുന്നതിനുള്ള, റിസ്ക് മാനേജ് ചെയ്യുന്നതിനുള്ള ഒരു ആക്ടിവിറ്റിയാണ് എന്ത്? ഹെഡ്ജിങ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ബൈ ടേക്കിംഗ് ആൻ ഓപ്പോസിറ്റ് പൊസിഷൻ ഇൻ എ റിലേറ്റഡ് അസറ്റ്. ഒരു ഓപ്പോസിറ്റ് പൊസിഷൻ എടുത്തുകൊണ്ട് റിസ്കിനെ മാനേജ് ചെയ്യുന്ന, ഇൻവെസ്റ്റ്മെന്റിലെ ലോസിനെ ഓഫ്സെറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയെ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ഹെഡ്ജിങ് എന്ന് പറയാനായിട്ട് സാധിക്കും. സോ ദി റിഡക്ഷൻ ഇൻ റിസ്ക് പ്രൊവൈഡ് ഹെഡ്ജിങ് ഓൾസോ ടിപ്പിക്കലി റിസൾട്ട്സ് ഇൻ എ റിഡക്ഷൻ ഇൻ പൊട്ടൻഷ്യൽ profit. Hedging requires one to pay money for the protection it provides, known as the premium. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രീമിയം, റിസ്ക് ഉണ്ടാവാൻ, ആ റിസ്കിനെ തരണം ചെയ്യാൻ മുൻകൂട്ടിയിട്ട് എന്തെങ്കിലും പ്രീമിയം ഒക്കെ കൊടുക്കുന്നതിനെയാണ്, അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്ന അത്തരത്തിലുള്ള എന്തെങ്കിലും മെഷേഴ്സ് കൈക്കൊള്ളുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഹെഡ്ജിങ് എന്ന് പറയുന്നത്. അപ്പൊ സോ ഇവിടെ റിസ്കിന്റെ എലമെന്റിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. സോ ഹെഡ്ജിങ് ആണ് എന്ത്? നമ്മുടെ ആൻസർ. ഹെഡ്ജിങ് ആണ് റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ട്, ഒരു മെത്തേഡ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യനിലെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, ഹെഡ്ജിങ്. ഹെഡ്ജിങ് ആണ് എന്ത്? നമ്മുടെ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു മാർഗമായിട്ട് കണക്കാക്കപ്പെടുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following is not a feature of the Kerala model of development? Kerala model of development features അല്ലാത്തത് ഏതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? എ, ഹൈ ലിറ്ററസി ആൻഡ് ഹൈ ലൈഫ് എക്സ്പെക്ടൻസി. ലിറ്ററസി ഹൈ ആണ്, ലൈഫ് എക്സ്പെക്ടൻസി ഹൈ ആണ് എന്നതാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? ഹൈലി ഇംപ്രൂവ്ഡ് ആക്സസ് ടു ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയർ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് നിലനിൽക്കുന്നുണ്ട്. ദെൻ തേർഡ് വൺ വെരി ഹൈ ബർത്ത് റേറ്റ്സ് കൂടുതലാണ്. ആൻഡ് ദി ഫൈനൽ വൺ ലോ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്. ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് ലോ ആണ്. എന്താണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്? ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുമ്പോൾ ജനിച്ച സമയത്ത് തന്നെ എത്ര കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ വളരെ കുറവ് കുഞ്ഞുങ്ങളെ കേരളത്തിൽ മരണപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. സോ ഏതാണ് ഇതില് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിന്റെ ആൻസർ ആയിട്ട് വരാത്തത്, അല്ലെങ്കിൽ ഫീച്ചർ ആയിട്ട് വരാത്തത് ഏതാണ്? നമുക്ക് ആദ്യം കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിന്റെ ഫീച്ചേഴ്സ് നോക്കാം.
Features of Kerala model of development. Kerala model of development aims to provide high life standard in contrast to low per capita income. കേരളത്തിന്റെ ഒരു മെയിൻ ഫീച്ചർ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിന്റെ ഏറ്റവും കേരള മോഡൽ ഡെവലപ്മെന്റിനെ പല സ്റ്റേറ്റ്സും പല കൺട്രീസും എന്ത് ചെയ്യുന്നുണ്ട്, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് 3 സെക്ടേഴ്സ് ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ്? അഗ്രികൾച്ചറൽ സെക്ടർ ഉണ്ട്, ഇൻഡസ്ട്രിയൽ സെക്ടർ ഉണ്ട്, സർവീസ് സെക്ടർ ഉണ്ട്. അപ്പം ഇവിടെ ഫസ്റ്റ് അഗ്രികൾച്ചർ അങ്ങനെ വരണം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, പ്രൈമറി സെക്കൻഡറി ടെറിഷറി, ആ ഒരു ഓർഡറിൽ തന്നെ ആയിരിക്കണം അതിന്റെ ഗ്രോത്തും എന്ന് പറയാം. പ്രൈമറി സെക്ടർ ആണ് അഗ്രികൾച്ചറൽ സെക്ടർ, സെക്കൻഡറി സെക്ടർ ആണ് ഇൻഡസ്ട്രിയൽ സെക്ടർ, ടെറിഷറി സെക്ടർ ആണ് സർവീസ് സെക്ടർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു ഓർഡറിൽ തന്നെ ആയിരിക്കണം അതിന്റെ ഗ്രോത്തും. അതായത് ആദ്യം അഗ്രികൾച്ചറിൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു, അതിൽ നിന്നും പിന്നീട് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നു, പിന്നീടാണ് സർവീസ് സെക്ടർ ഡെവലപ്പ് ചെയ്യേണ്ടത്. എന്നാൽ കേരളത്തിന്റെ കേസ് എടുക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്തു, അഗ്രികൾച്ചറൽ സെക്ടറിൽ നല്ല ഗ്രോത്ത് ഉണ്ടായി, എന്നിട്ട് നേരെ പോകുന്നത് എങ്ങോട്ടാണ്, സർവീസ് സെക്ടറിലേക്കാണ് പോകുന്നത്. അതായത് അഗ്രികൾച്ചറിൽ നിന്നും കേരള മോഡലിൽ എങ്ങോട്ടാണ് പോകുന്നത്, ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാതെ നേരെ പോകുന്നത് എങ്ങോട്ടാണ്, നമ്മുടെ സർവീസ് സെക്ടറിലേക്കാണ്. അത് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിന്റെ പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി മാത്രമല്ല, അതിനെ കൂടാതെ തന്നെ പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ കേസ് എടുത്താല് ആളുകളുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുമ്പോൾ വളരെ ലോ ആണ് അല്ലെ. നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ആണ് പെർ ക്യാപിറ്റ ഇൻകം. നാഷണൽ ഇൻകത്തെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പെർ ക്യാപിറ്റ ഇൻകം കിട്ടും അല്ലെ. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷെ എന്നിട്ട് കൂടി ആളുകൾ എന്തുണ്ട്, ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കീപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിന്റെ കേസിൽ അവിടെ എന്താണ്, വളരെ ഹൈ ആണ്. ഇനി ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോൾ അതെന്താണ്, വളരെ ഹൈ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ് കേരളത്തിനുള്ളത്. 0.782 ആണ് ആരുടെ സ്കോർ എന്ന് പറയുന്നത്, HDIയുടെ കേരളത്തിന്റെ റാങ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്കോർ എന്ന് പറയുന്നത്. സ്കോർ എന്ന് പറയുന്നത് എത്രയാണ്, HDI 0.782 ആണ്. വളരെ ഹൈ ആയിട്ടുള്ള ഒരു സ്കോർ ആണ് ആർക്കുള്ളത്, HDIയുടെ കേസിൽ കേരളത്തിലുള്ളത്. അപ്പം ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണല്ലോ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെയാണ് അവിടെ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ലിറ്ററസി, ഹെൽത്ത് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് HDIയിൽ കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു കേസ് എടുത്താൽ ഇന്ത്യയുടെ സ്കോർ എന്ന് പറയുന്നത് വളരെ ബെറ്റർ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഹൈ ലിറ്ററസി റേറ്റ് ഇന്ത്യയുടെ കേസ് എടുത്താല് കേരളത്തിന്റെ കേസ് എടുത്താല് ഹൈ ലിറ്ററസി റേറ്റ് വരുന്നുണ്ട്. ലിറ്ററസി റേറ്റ് എന്താണ്, ഹൈ ആണ്. ദെൻ ഇംപ്രൂവ്ഡ് ആക്സസ് ടു ഹെൽത്ത് കെയർ ആൻഡ് ഹൈ ലൈഫ് എക്സ്പെക്ടൻസി. ലൈഫ് എക്സ്പെക്ടൻസി ഹൈ ആണ്. ഇംപ്രൂവ്ഡ് ആക്സസ് ടു ഹെൽത്ത് കെയർ, ഹെൽത്ത് കെയർ എന്തുണ്ട്, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ഹെൽത്ത് കെയറിനുണ്ട്. വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ആർക്കുണ്ട്, ഇന്ത്യക്ക് ഉണ്ട്, കേരളത്തിനുണ്ട്. സോ ലോ ഇൻഫാന്റ് മോർട്ടാലിറ്റി ആൻഡ് ലോ ബർത്ത് റേറ്റ്. അപ്പൊ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് ലോ ആണ്, പക്ഷെ അതുപോലെ തന്നെ ബർത്ത് റേറ്റും എന്താണ്, ലോ ആണ്. കേരളത്തിന്റെ ബർത്ത് റേറ്റ് ലോ ആണ്, ഹൈ അല്ല. നമ്മുടെ ഓപ്ഷനിൽ ബർത്ത് റേറ്റ് എന്താണ്, ഹൈ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ ലോ ബർത്ത് റേറ്റ് എന്നുള്ളത് ലോ ബർത്ത് റേറ്റ് എന്നുള്ളതാണ് കേരളത്തിന്റെ ഫീച്ചർ ആയിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹൈ ബർത്ത് റേറ്റ് എന്നതാണ്. അപ്പൊ അത് തെറ്റല്ലേ. സോ ലോ ഹൈ ബർത്ത് റേറ്റ് എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിന്റെ ഫീച്ചർ അല്ല. കേരളത്തില് ബർത്ത് റേറ്റ് എന്താണ്, വളരെ കുറവാണ്, അല്ലെങ്കിൽ സാമാന്യം ഭേദപ്പെട്ട നിലയിലാണ്. വളരെ ഹൈ ആയിട്ടുള്ള ഒരു ബർത്ത് റേറ്റ് ഒന്നും ആർക്കില്ല, കേരളത്തിനില്ല. സാമാന്യം മെച്ചപ്പെട്ട പോപ്പുലേഷനുമാണ് ആർക്കുള്ളത്, കേരളത്തിന് ഉള്ളത്. ഓക്കെ, ഇനി 8th one, which among the following canons was not suggested by Adam Smith? നമുക്കറിയാം ആഡം സ്മിത്ത് ടാക്സസ് കാനൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 4 കാനൻസ് ആണ് ആദ്യം ആഡം സ്മിത്ത് മുന്നോട്ട് വെക്കുന്നത്. അതിൽ പെടാത്ത കാനൻ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കാനൻ ഓഫ് ഇക്വാലിറ്റി, ഓപ്ഷൻ ബി കാനൻ ഓഫ് ഇക്കോണമി, ഓപ്ഷൻ സി കാനൻ ഓഫ് ഇലാസ്റ്റിസിറ്റി, ഓപ്ഷൻ ഡി കാനൻ ഓഫ് സെർട്ടൈനിറ്റി. നമുക്ക് ആദ്യം ആഡം സ്മിത്തിന്റെ കാനൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ കാനൻസ് ഓഫ് ടാക്സേഷനുമായി ബന്ധപ്പെട്ടുള്ള 4 കാനൻസ് ആണ് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ആഡം സ്മിത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം കാനൻസ് എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പിൾസിന് സമാനമായിട്ടുള്ളതാണ് അല്ലെ. പ്രിൻസിപ്പിൾസ് തന്നെയാണ് ഫോർ ടാക്സേഷൻ ചെയ്യുന്ന സമയത്ത് കീപ്പ് ചെയ്യേണ്ട പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ കാനൻ എന്ന് പറയുന്നത്, കാനൻ ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ആഡം സ്മിത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 4 കാനൻസ് ആണ്. കാനൻ ഓഫ് ഇക്വാലിറ്റി, അതർവൈസ് നോൺ ആസ് കാനൻ ഓഫ് ഇക്വിറ്റി. Then the second one canon of certainty, third one canon of economy, canon of convenience. അല്ലെ,
ഇക്വിറ്റി, സെർട്ടൈൻറ്റി, ഇക്കോണമി, കൺവീനിയൻസ്. ഇക്വിറ്റി, സെർട്ടൈൻറ്റി, ഇക്കോണമി, കൺവീനിയൻസ്. രണ്ടെണ്ണം ഇ വെച്ചിട്ടും രണ്ടെണ്ണം സി വെച്ചിട്ടും അല്ലെ. സെർട്ടൈൻറ്റി, കൺവീനിയൻസ്, ഇക്വിറ്റി, ഇക്കോണമി. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ ഏതാണ് ഇല്ലാത്തത്, അല്ലെങ്കിൽ ഏതാണ് എക്സ്ട്രാ ഉള്ളത്? ഇക്വാളിറ്റി ഉണ്ട്, ഇക്കോണമി ഉണ്ട്, സെർട്ടൈൻറ്റിയും ഉണ്ട്. പക്ഷെ ഇലാസ്റ്റിസിറ്റി ആർക്കില്ല? നമ്മുടെ ആഡം സ്മിത്തിന് ഇല്ല അല്ലെ. രണ്ട് സിയും രണ്ട് ഇയും ആണ് അല്ലെ. ക്വാളിറ്റിയും ഇക്കോണമിയും ഉണ്ട്. അപ്പൊ ഈ വെച്ചിട്ടുള്ളത് കഴിഞ്ഞു. ഇനി ഈ വെച്ചിട്ടല്ല, സെർട്ടൈൻറ്റിയും കൺവീനിയൻസ് ആണ് പറയേണ്ടത് അല്ലെ. ഇലാസ്റ്റിസിറ്റി ആരുടെ ക്യാനൻ അല്ല, ആഡം സ്മിത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ക്യാനൻ അല്ല. ഓക്കെ ആണോ? ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് 9th ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ ദി ഫ്രീഡ്മാൻ-സാവേജ് ഹൈപ്പോത്തസിസ്. നമുക്കറിയാം ഫ്രീഡ്മാൻ സാവേജ് ഹൈപ്പോത്തസിസ് മൈക്രോ എക്കണോമിക്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു ന്യൂലി ഇൻവെന്റഡ് തിയറി ആയിട്ട് നമുക്ക് ഫ്രീഡ്മാൻ സാവേജ് ഹൈപ്പോത്തസിസിനെ കണക്കാക്കാനായിട്ട് സാധിക്കും. റിസ്കിനെയും അൺസർട്ടനിറ്റിയെയും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ഡിമാൻഡ് അനാലിസിസ് ആണ് ഫ്രീഡ്മാൻ സാവേജ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫ്രീഡ്മാൻ സാവേജ് ഹൈപ്പോത്തസിസിന്റെ പ്രകാരം മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിമിനിഷസ് ആൻഡ് ഇൻക്രീസസ് അഗൈൻ. മാർജിനൽ യൂട്ടിലിറ്റി, അപ്പൊ മണിയിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന മാർജിനൽ യൂട്ടിലിറ്റി ആദ്യം കൂടുന്നു, പിന്നീട് കുറയുന്നു, പിന്നീട് വീണ്ടും കൂടുന്നു എന്നതാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഫസ്റ്റ് ഡിമിനിഷസ് ദെൻ ഇൻക്രീസസ് ആൻഡ് ഡിമിനിഷസ് അഗൈൻ. ഫസ്റ്റ് ഡിമിനിഷ് ചെയ്യുന്നു, ദെൻ ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ അഗൈൻ ഡിമിനിഷ് ചെയ്യുന്നു എന്നതാണ് ഓപ്ഷൻ ബി. ദെൻ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഫസ്റ്റ് increases and then diminishes. ആദ്യം കൂടുന്നു പിന്നെ കുറയുന്നു. Then marginal utility of money first diminishes and then increases. ആദ്യം കുറയുന്നു പിന്നീട് കൂടുന്നു. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? അത് നമുക്ക് ഫ്രീഡ്മാൻ-സാവേജ് ഹൈപ്പോത്തസിസിനെ നോക്കാം. Friedman-Savage utility function or Friedman-Savage hypothesis is the utility function postulated in the theory of Milton Friedman and Savage put forth in their 1948 paper. 1948 പേപ്പറിൽ മിൽട്ടൺ ഫ്രീഡ്മാനും സാവേജും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ഫ്രീഡ്മാൻ സാവേജ് ഹൈപ്പോത്തസിസ്. അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് തന്നെ ഈ ഹൈപ്പോത്തസിസ് അവരുടെ രണ്ടുപേരുടെയും പേരിലാണ് അറിയപ്പെടുന്നത്. They argued that the curvature of an individual's utility function differs based on the amount of wealth the individual has. ഇൻഡിവിജ്വലിന് വെൽത്ത് എത്രത്തോളം അവരുടെ കയ്യിലേക്ക് വരുന്നുവോ അതിനനുസരിച്ച് എന്തിൽ ഡിഫറൻസ് വരും? ഇൻഡിവിജ്വൽസിന്റെ യൂട്ടിലിറ്റി ഫംഗ്ഷനിലും ഡിഫറൻസ് വരും. അത് ഓരോ ക്ലാസിന്റെ ബേസിലാണ് ഫ്രീഡ്മാനും സാവേജും കൂടെ നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ക്ലാസിന്റെ ബേസ് എന്ന് പറയുമ്പോൾ 3 ക്ലാസ്സസ് ആണ് ഇക്കണോമിക്കലി സൊസൈറ്റിയിലുള്ളത്. ഏതൊക്കെയാണ്? പുവർ ക്ലാസ് ഉണ്ട്, മിഡിൽ ക്ലാസ് ഉണ്ട്, റിച്ച് ക്ലാസ്. അപ്പം ഈ 3 ക്ലാസസിന്റെയും ബിഹേവിയർ ആര് അവതരിപ്പിച്ചിട്ടുണ്ട്? ഫ്രീഡ്മാനും സാവേജും കൂടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതില് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഫസ്റ്റ് ഡിമിനിഷസ് എന്നതാണ് പറയുന്നത്. അതായത് ഫസ്റ്റത്തെ ഗ്രൂപ്പ് ഒരു ഡയഗ്രത്തിന്റെ ബേസിലാണ് ഫ്രീഡ്മാനും സാവേജും കൂടെ ഈ ഒരു തിയറി അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ തിയറി ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഭാഗം, ആ ഒരു ഗ്രാഫിന്റെ ഫസ്റ്റ് പാർട്ട് പുവർ പീപ്പിൾ, സെക്കൻഡ് പാർട്ട് വരുന്നത് മിഡിൽ സെക്ഷൻസും, ദെൻ അതിനുശേഷം വരുന്നത് എന്താണ്? നമ്മുടെ റിച്ച് പീപ്പിളുമാണ്. അതായത് ഇങ്ങനെയാണ് ഗ്രാഫ് എന്ന് വെച്ചോ, ഇങ്ങനെയാണ് ഇപ്പൊ ഒരു ഗ്രാഫ്. ഇതിന്റെ ഇത്രയും പോർഷൻ വരെ കാണിക്കുന്നത് ആരുടെ ബിഹേവിയർ ആണ്? പുവറിന്റെ ബിഹേവിയർ ആണ്. ഇത്രയും പോർഷൻ വരെ കാണിക്കുന്നത് മിഡിൽ ക്ലാസിന്റെ ബിഹേവിയർ ആണ്. ഇതിന് ശേഷം കാണിക്കുന്നത് ഏത് സെഷന്റെ ബിഹേവിയർ ആണ്? നമ്മുടെ റിച്ച് സെഷന്റെ ബിഹേവിയർ ആണ്. ഇത് ടോട്ടൽ യൂട്ടിലിറ്റി. ഇതിൽ മാർജിനൽ യൂട്ടിലിറ്റി ആദ്യം എന്ത് ചെയ്യണം? താഴേക്കാണ് പോകുന്നത്. അതായത് പുവർ ക്ലാസ്സിന് അഡീഷണൽ ആയിട്ട് ക്യാഷ് വരും തോറും അവരുടെ മാർജിനൽ യൂട്ടിലിറ്റിയിൽ ഡിമിനിഷിംഗ് ആണ് സംഭവിക്കുന്നത് എന്നതാണ് ഫ്രീഡ്മാനും സാവേജും പറയുന്നത്. സോ മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? ഫസ്റ്റ് ഡിമിനിഷ് ചെയ്യാണ്. ദെൻ മിഡിൽ ക്ലാസിന്റെ കേസ് എടുത്താല് അവരെന്ത് ചെയ്യും? അവരുടെ കേസിൽ മാർജിനൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ മാർജിനൽ യൂട്ടിലിറ്റി തന്നെ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ആ ഇൻക്രീസ് ചെയ്യുന്ന അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. വീണ്ടും റിച്ച് പീപ്പിൾ ഉണ്ട്. റിച്ച് പീപ്പിളിന്റെ കേസിൽ വീണ്ടും പുവർ പീപ്പിളിന്റെ പോലെ തന്നെ അഡീഷണൽ ആയിട്ട് ക്യാഷ് വരുന്നതോറും അവരുടെ മാർജിനൽ യൂട്ടിലിറ്റിയും ഡിമിനിഷ് ചെയ്യുന്നു എന്നതാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ ആണോ? അപ്പം ഇവിടെ ഇതിൽ നിന്നും വരുന്നൊരു സമ്മറി എന്ന് പറയുമ്പോൾ ഫ്രീഡ്മാനും സാവേജും പറയുന്നത് ഫസ്റ്റ് കാണിക്കുന്ന പുവർ ഗ്രൂപ്പാണ്. അവരെന്ത് ചെയ്യും? ഗാംബ്ലിംഗിൽ പങ്കെടുക്കില്ല, അതുപോലെ തന്നെ ഇൻഷുറൻസ് ബൈ ചെയ്യുകയും ചെയ്യില്ല. അപ്പം അങ്ങനെയാണ് പറയുന്നത്. മിഡിൽ പുവർ പീപ്പിൾ എന്ത് ചെയ്യില്ല? പുവർ പീപ്പിൾ എന്ത് ചെയ്യില്ല?
ഈ ഒരു രണ്ട് ആക്ടിവിറ്റിയും ചെയ്യില്ല. ഏതൊക്കെയാണ്? ഗാംബ്ലിംഗിൽ പങ്കെടുക്കുകയും ചെയ്യില്ല, അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസിയും എടുക്കില്ല. എന്നാൽ ഇവ രണ്ടും ചെയ്തത് മിഡിൽ ഗ്രൂപ്പാണ്. റിച്ച് പീപ്പിളും ഇത് ചെയ്യില്ല. ലോട്ടറി എടുക്കാം, എടുക്കാതിരിക്കാം, പക്ഷെ ഒരിക്കലും ഇൻഷുറൻസ് ഒന്നും എടുക്കില്ല എന്നുള്ളതാണ് ആര് പറയുന്നത്? ഫ്രീഡ്മാനും സാവേജും പറയുന്നത്. പിന്നീട് വന്ന മാർക്കോവിറ്റ്സ് ഒക്കെ ഇതിനെ എതിർത്തിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഫ്രീഡ്മാൻ സാവേജിന്റെ ഹൈപ്പോത്തിസിസ് ഇതാണ്. ഫസ്റ്റ് മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യും, ദെൻ ഇൻക്രീസ് ചെയ്യും, ദെൻ വീണ്ടും ഡിമിനിഷ് ചെയ്യും എന്നതാണ്. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഈ ഒരു ഓപ്ഷനാണ്. Okay, so നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഫസ്റ്റ് ഡിമിനിഷസ് then increases and diminishes again. അല്ലേ? ഇവിടെ നമ്മൾ രണ്ടും ഒരുപോലെ തന്നെ മാർജിനൽ തേർഡ് ഓപ്ഷനിലേക്ക് നോക്കിയാൽ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഫസ്റ്റ് ഇൻക്രീസസ് ആൻഡ് ദെൻ ഡിമിനിഷസ്. ആ ഡിമിനിഷ് ചെയ്യണ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അത് എന്താണ്? സോറി, ഓപ്ഷൻ ഡി, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഫസ്റ്റ് ഡിമിനിഷസ് ആൻഡ് ദെൻ ഇൻക്രീസസ്. ആ ഇൻക്രീസ് ചെയ്യുന്ന അവിടെ സ്റ്റോപ്പ് ആവുന്നുണ്ടോ? ഇല്ല, സ്റ്റോപ്പ് ആവുന്നില്ല. വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഡിമിനിഷ് ചെയ്യുന്നുണ്ട്. സോ അത്തരം കറക്റ്റ് ആൻസർ ഓപ്ഷനിൽ ഉള്ളത് കാരണം ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എപ്പോഴും നിങ്ങൾ നല്ല ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ വേണം കണ്ടെത്താനായിട്ട് ശ്രമിക്കേണ്ടത്. ചിലപ്പോൾ ഒന്നും രണ്ടും ഓപ്ഷൻസ് ഒക്കെ ആൻസർ ആയിട്ട് തോന്നും, ശരിയായിരിക്കാം, പക്ഷെ അതിൽ ഏതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഉണ്ടെങ്കിൽ ആ ഉത്തമമായിട്ടുള്ളത് ദി ബെസ്റ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് അവരും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ നോക്കിയാൽ വൺ ഓഫ് ദി ഏർലിയസ്റ്റ് ലീനിയർ എക്സ്പെൻഡിച്ചർ മോഡൽസ് വാസ് സജസ്റ്റഡ് ബൈ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം. അല്ലെ, ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡൽ, ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റത്തിന്റെ ഏർലിയസ്റ്റ് മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ നെർലോ, ഓപ്ഷൻ ബി ഹൗത്തക്കർ, ഓപ്ഷൻ സി ആൽഫ്രഡ് മാർഷൽ, ഓപ്ഷൻ ഡി ആർ സ്റ്റോൺ. നമുക്ക് നോക്കാം. ഇതില് നെർലോവ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഹൗത്തക്കർ ആൻഡ് ടൈലറും കൂടെ ഡൈനാമിക് മോഡൽ നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതൊക്കെ എന്തിന്റെ? ഡിമാൻഡിന്റെ പല രീതികൾ, അതായത് ഡിമാൻഡ്, ട്രഡീഷണൽ ഡിമാൻഡ് തിയറി, പിന്നെ ക്ലാസിക്കലിസ്റ്റുകൾ കഴിഞ്ഞിട്ട് ആര് വന്നു? കെയ്നീഷ്യൻസ് വന്നു. അതിന്റെ ഒക്കെ കഴിഞ്ഞിട്ട് അതായത് നമ്മുടെ മൈക്രോ ലെവലിൽ നോക്കുമ്പോൾ ട്രഡീഷണൽ ഡിമാൻഡ് തിയറിനേക്കാൾ കൂടുതൽ അതിൽ നിന്നൊക്കെ എന്തായിട്ട് വിഭിന്നമായിട്ടുള്ള മോഡൽസ് പിന്നീട് വന്നിട്ടുണ്ട്. അതായത് ട്രഡീഷണൽ മോഡൽ എന്നൊക്കെ പറയുമ്പോൾ രണ്ട് കമ്മോഡിറ്റീസിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു, വേറെ എലമെന്റ്സ് ഒന്നും അവിടെ ഇല്ല എന്നുള്ള ബേസിൽ. പക്ഷെ ഇവിടെ ഹൗത്തക്കർ ആൻഡ് ടൈലറും അതുപോലെ തന്നെ നെർലോവും ഒക്കെ പല രീതിയിലുള്ള നമ്മുടെ ഹാബിറ്റിന്റെ ബേസിലും ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന മറ്റു ഘടകങ്ങളെയൊക്കെ പരിഗണിച്ചുകൊണ്ട് ഡിമാൻഡ് തിയറി അനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്, ഒരു അപ്ഡേഷൻ ഒക്കെ എക്കണോമിക്സിൽ വന്നിട്ടുണ്ട്. ആ തിയറീസ് ആണ് ഇവിടെ വരുന്നത്. അതായത് റീസെന്റ് ആയിട്ടുള്ള തിയറീസ് ആയിട്ട് നെർലോവിന്റെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ, ഹൗത്തക്കറിന്റെ ഡൈനാമിക് മോഡൽ, ആൽഫ്രഡ് മാർഷൽ ആണെങ്കിൽ വാല്യൂ ഓഫ് മണി, ഇലാസ്റ്റിസിറ്റി പോലുള്ള എക്കണോമിക്സിലെ ഒട്ടുമിക്ക കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്നത്. ദി കോർ, എക്കണോമിക്സിലെ എല്ലാ കോർ കാര്യങ്ങളും ആൽഫ്രഡ് മാർഷലുമായിട്ട് ഊന്നി നിൽക്കുന്നതാണ്. ദെൻ ആർ സ്റ്റോൺ, ഏർലിയർ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം. അപ്പോൾ ആർ സ്റ്റോൺ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഏർലിയർ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഏതാണ് നമ്മുടെ ഓപ്ഷൻ? നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, ആർ സ്റ്റോൺ. ആർ സ്റ്റോൺ ആണ് എന്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റത്തിന്റെ ഏർലിയസ്റ്റ് മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു. ഇവിടെ നമ്മൾ 10 questions, ഫസ്റ്റ് പാർട്ടിൽ 5 questions, സെക്കൻഡ് പാർട്ടിൽ 5 questions, ടോട്ടൽ 10 questions നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ ലേണിംഗ്.